എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരുപാട് നീ വേദനകളിലൂടെയും ഒരുപാട് വിഷമങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ടാകാം. ഒരുപാട് പേരുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് ആരുമറിയാതെ ഒറ്റയ്ക്ക് കരയുന്നുണ്ടാകാം. നിനക്ക് ഏറ്റവും വിശ്വാസമുണ്ടായിരുന്ന ഒരാൾ തന്നെ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. നീ ഒരുപാട് സ്വപ്നം കണ്ട കാര്യങ്ങൾ ഒന്നും നടക്കാതെ പോയിട്ടുണ്ടാകാം. പക്ഷേ ഇന്ന് ഞാൻ നിന്നോട് ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. നിൻ്റെ ജീവിതം ഇവിടെ അവസാനിച്ചിട്ടില്ല. ഇപ്പോൾ നീ കാണുന്ന ഈ ഇരുട്ട്, ഇതാണ് നിൻ്റെ ജീവിതത്തിൻ്റെ അവസാനമെന്ന് കരുതരുത്. കാരണം ഇരുട്ടിന് ശേഷം വെളിച്ചം വരുന്നത് പോലെ ഓരോ വേദനയ്ക്കും ശേഷം ഒരു പുതിയ തുടക്കമുണ്ടാകും. ചിലപ്പോൾ ജീവിതം നമ്മളെ തകർക്കുന്നത് നമ്മളെ അവസാനിപ്പിക്കാനല്ല, നമ്മളെ കൂടുതൽ ശക്തരാക്കാനാണ്. നീ ഇന്ന് അനുഭവിക്കുന്ന വേദന നാളെ നിൻ്റെ ശക്തിയായി മാറും. ഇന്ന് നിന്നെ കരയിക്കുന്ന കാര്യത്തെക്കുറിച്ചോർത്ത് ഒരു ദിവസം നീ തിരിഞ്ഞു നോക്കി പറയാം, അന്ന് ഞാൻ തകർന്നു പോയെന്ന് കരുതി, പക്ഷേ ആ ദിവസമാണ് ഞാൻ എന്നെ തന്നെ കണ്ടെത്തിയത്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാം ശരിയല്ലെങ്കിൽ പോലും നീ നിന്നെ കുറ്റപ്പെടുത്തരുത്. നിൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരുടേതായി താരതമ്യം ചെയ്യരുത്. അവൾക്ക് ജോലി കിട്ടി, അവന് വീടായി, അവരുടെ വിവാഹം സന്തോഷമാണ്, അവൾക്ക് പണമുണ്ട്, അവന് നല്ല ജീവിതമുണ്ട്. ഇങ്ങനെ മറ്റുള്ളവരുടെ ജീവിതം നോക്കി നിൻ്റെ ജീവിതത്തെ ചെറുതാക്കരുത്. ഓരോ മനുഷ്യൻ്റെയും യാത്ര വ്യത്യസ്തമാണ്. ചിലർ നേരത്തെ എത്തും, ചിലർ കുറച്ച് വൈകിയെത്തും. പക്ഷേ വൈകിയെത്തുന്നത് പരാജയമല്ല, നിൻ്റെ സമയം ഇനിയും വന്നിട്ടില്ല എന്നതു മാത്രമാണ്. ഒരു വിത്ത് മണ്ണിനടിയിൽ കിടക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നോക്കുന്ന ഒരാൾക്ക് അവിടെ ഒന്നും സംഭവിക്കുന്നില്ലെന്ന് തോന്നും. പക്ഷെ മണ്ണിനടിയിൽ ഒരു പുതിയ ജീവിതം രൂപപ്പെടുകയാണ്. അതുപോലെ തന്നെയാണ് നിൻ്റെ ജീവിതവും. ഇപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒന്നും മാറുന്നില്ലെന്ന് തോന്നാം, പക്ഷെ നിൻ്റെ ഉള്ളിൽ ഒരു പുതിയ നീ രൂപപ്പെടുന്നുണ്ടാകാം. അതുകൊണ്ട് കാത്തിരിക്കുക. പക്ഷെ വെറുതെ കാത്തിരിക്കരുത്, ശ്രമിച്ചുകൊണ്ട് കാത്തിരിക്കുക. ചെറിയ ചെറിയ ചുവടുകൾ എടുക്കുക. ഇന്നൊരു ചെറിയ കാര്യം ചെയ്യൂ, നാളെ അതിലും ഒരു ചെറിയ കാര്യം ചെയ്യൂ. നിൻ്റെ ജീവിതം ഒരു ദിവസം കൊണ്ട് മാറണമെന്നില്ല, പക്ഷേ ഒരു ദിവസം കൊണ്ട് നിൻ്റെ ജീവിതം മാറ്റുന്ന ഒരു തീരുമാനമെടുക്കാം. ആ തീരുമാനം എന്താണെന്നറിയാമോ? ഞാനിനി എന്നെ ഉപേക്ഷിക്കില്ല എന്ന്. എത്ര പേർ നിന്നെ ഉപേക്ഷിച്ചാലും നീ നിന്നെ ഉപേക്ഷിക്കരുത്. എത്ര പേർ നിന്നെ താഴ്ത്തിയാലും നീ നിന്നെ താഴ്ത്തരുത്. എത്ര പേർ പറഞ്ഞാലും നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നീ നിൻ്റെ മനസ്സിനോട് പറയണം. എനിക്ക് കഴിയുമെന്ന്. ഇന്ന് കഴിയില്ലെങ്കിൽ നാളെ കഴിയും, നാളെ കഴിയില്ലെങ്കിൽ മറ്റന്നാൾ കഴിയും. പക്ഷേ ഞാൻ ശ്രമിക്കുന്നത് നിർത്തില്ല. ഇതാണ് വിജയിക്കാൻ പോകുന്ന മനുഷ്യൻ്റെ മനസ്സ്. വിജയമെന്നത് ഒരിക്കലും വീഴാത്ത മനുഷ്യനല്ല, വീണിട്ടും വീണ്ടും എഴുന്നേൽക്കുന്ന മനുഷ്യനാണ് വിജയി. നീ എത്ര തവണ വീണു എന്നത് പ്രധാനമല്ല, ഓരോ തവണയും നീ വീണ്ടും എഴുന്നേറ്റോ എന്നതാണ് പ്രധാനപ്പെട്ടത്. ചിലർ നിൻ്റെ കഴിഞ്ഞ കാലം മാത്രം നോക്കും, നീ ചെയ്ത തെറ്റുകൾ മാത്രം ഓർക്കും. പക്ഷേ നീ അങ്ങനെ ചെയ്യരുത്. നിൻ്റെ കഴിഞ്ഞ കാലം നിൻ്റെ വിധിയല്ല. നീ മുമ്പ് എന്തായിരുന്നു എന്നതല്ല പ്രധാനപ്പെട്ടത്, ഇനി നീ എന്താകാൻ പോകുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. നിൻ്റെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിരിക്കാം. ചില ബന്ധങ്ങൾ നഷ്ടപ്പെട്ടിരിക്കാം, ചില അവസരങ്ങൾ നഷ്ടപ്പെട്ടിരിക്കാം, ചില സ്വപ്നങ്ങൾ തകർന്നിരിക്കാം. പക്ഷേ ഓർക്കണം, ചിലപ്പോൾ നമ്മൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യങ്ങൾ വരാൻ സ്ഥലം ഉണ്ടായിരിക്കാനായിരിക്കും. അതിനാൽ പോയവരെ പിടിച്ചു നിർത്താനും ശ്രമിക്കരുത്. നിന്നെ വിലമതിക്കാത്തവരുടെ പിന്നാലെ ഓടരുത്. നിന്നെ മനസ്സിലാക്കാത്തവരോട് നിൻ്റെ വില തെളിയിക്കാൻ ജീവിതം മുഴുവൻ ചെലവഴിക്കരുത്. നിൻ്റെ വില മറ്റൊരാൾ അംഗീകരിക്കുന്നതിനെ ആശ്രയിച്ചല്ല. നിനക്ക് വിലയുണ്ട്, നീ പ്രധാനപ്പെട്ടവൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ടവനാണ്. നിൻ്റെ സ്വപ്നങ്ങൾക്ക് വിലയുണ്ട്, നിൻ്റെ ജീവിതത്തിന് വിലയുണ്ട്. ഒരുപക്ഷെ ഇന്ന് നിനക്കത് വിശ്വസിക്കാൻ കഴിയില്ല, എങ്കിലും ഞാൻ വീണ്ടും പറയാം, നിൻ്റെ ജീവിതത്തിന് വിലയുണ്ട്. അതുകൊണ്ട് ഇന്നു മുതൽ നിന്നെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നത് നിർത്തൂ. എനിക്കൊന്നും കഴിയില്ല, ഞാൻ ഭാഗ്യമില്ലാത്ത ആളാണ്, എൻ്റെ ജീവിതം ഇങ്ങനെയായിരിക്കും, എനിക്ക് ഒരിക്കലും സന്തോഷം കിട്ടുകയില്ല, ഇങ്ങനെ ഒരിക്കലും പറയരുത്. കാരണം നിൻ്റെ വാക്കുകൾ നിൻ്റെ മനസ്സിനെ സ്വാധീനിക്കും. പകരം പറയൂ, ഞാൻ ശ്രമിക്കും, ഞാൻ മാറും, ഞാൻ എൻ്റെ ജീവിതം പുനർനിർമ്മിക്കും. എനിക്ക് സമയമെടുക്കാം, പക്ഷേ ഞാൻ തോൽക്കില്ല. ഇതാണ് നിൻ്റെ പുതിയ തുടക്കം. ഒരുപക്ഷെ നിനക്ക് വലിയ സ്വപ്നങ്ങളുണ്ടാകാം, ഒരു സ്വന്തം വീട്, ഒരു നല്ല ജോലി, ഒരു ബിസിനസ്, സാമ്പത്തിക സ്വാതന്ത്ര്യം, സന്തോഷമുള്ള കുടുംബം, അല്ലെങ്കിൽ ആരോടും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ജീവിതം. എന്തു തന്നെയായാലും അതിനെക്കുറിച്ച് സ്വപ്നം കാണാൻ നിനക്ക് അവകാശമുണ്ട്.
സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, അതിനുവേണ്ടി ഓരോ ദിവസവും ഒരു ചെറിയ ചുവടെടുക്കണം. ഒരു മണിക്കൂർ പഠിക്കുക, ഒരു പുതിയ കാര്യം പഠിക്കുക, ഒരു പുതിയ കഴിവ് സ്വന്തമാക്കുക, ഒരു ചെറിയ തുക മാറ്റിവെക്കുക, ഒരു പുതിയ അവസരം അന്വേഷിക്കുക, നിന്റെ ശരീരത്തെയും മനസ്സിനെയും ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു ദിവസം വലിയ മാറ്റമായി മാറും. ഓർക്കണം, വലിയ വിജയങ്ങൾ പലപ്പോഴും ചെറിയ തീരുമാനങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇന്ന് നീ എടുക്കുന്ന ഒരു തീരുമാനം 5 വർഷത്തിന് ശേഷം നിന്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിയേക്കാം. അതുകൊണ്ട് നിന്റെ ഇന്നത്തെ അവസ്ഥയെ നോക്കി നാളെ തീരുമാനിക്കരുത്. ഇന്ന് നീ എവിടെയാണ് എന്നത് നിന്റെ അവസാന സ്ഥാനമല്ല, ഇത് നിന്റെ യാത്രയിലെ ഒരു ഘട്ടം മാത്രമാണ്. അതുകൊണ്ട് കരയണമെങ്കിൽ നീ കരഞ്ഞോളൂ, ക്ഷീണിച്ചാൽ കുറച്ച് വിശ്രമിക്ക്, പക്ഷേ വിട്ടുകൊടുക്കരുത്. നിനക്ക് വിശ്രമിക്കാം, പക്ഷെ നിന്റെ സ്വപ്നങ്ങളെ ഉപേക്ഷിക്കരുത്. നിനക്ക് കരയാം, പക്ഷെ നിന്റെ പ്രതീക്ഷയെ ഒരിക്കലും കൊല്ലരുത്. നിനക്ക് പേടിക്കാം, പക്ഷേ പേടി കാരണം നിന്റെ ജീവിതം നിർത്തിവെക്കരുത്. ഒരു ദിവസം നീ തിരിഞ്ഞു നോക്കും, അപ്പോൾ ഇന്ന് നീ അനുഭവിച്ച വേദനകൾ നിന്റെ ശക്തിയുടെ കഥയായി മാറും. ഇന്ന് നീ കരഞ്ഞ കണ്ണുകൾ ഒരു ദിവസം സന്തോഷത്തിൻ്റെ കണ്ണുനീർ പൊഴിക്കും. ഇന്ന് നിന്നെ ആരും മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും ഒരു ദിവസം നീ നിന്നെ തന്നെ മനസ്സിലാക്കും. അന്ന് നീ പറയും, ഞാൻ തകർന്നിട്ടില്ല, ഞാൻ മാറുകയായിരുന്നു. അതുകൊണ്ട് ഇന്നു മുതൽ ഒരു വാക്ക് മനസ്സിൽ വയ്ക്കൂ, എൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത അധ്യായം ഞാനാണ് എഴുതുന്നത്. കഴിഞ്ഞുപോയ പേജുകൾ നിനക്ക് മാറ്റാൻ കഴിയില്ല, പക്ഷെ അടുത്ത പേജ് നിന്റെ കയ്യിലാണ്. അതിൽ എന്തെഴുതണമെന്ന് നിനക്ക് തീരുമാനിക്കാം. വേദനയോ അല്ലെങ്കിൽ വിജയമോ, ഭയമോ അല്ലെങ്കിൽ ധൈര്യമോ, പരാജയമോ അല്ലെങ്കിൽ വീണ്ടും തുടങ്ങാനുള്ള തീരുമാനമോ. തീരുമാനം നിൻ്റേതാണ്. അതുകൊണ്ട് എഴുന്നേൽക്കൂ, മുഖം കഴുക്, കണ്ണീർ തുടയ്ക്ക്, നിന്റെ സ്വപ്നങ്ങൾക്ക് വീണ്ടും കയ്യിലെടുക്കുക. ഒരിക്കൽ കൂടി ശ്രമിക്കുക, കാരണം നീ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നിന്റെ ജീവിതം വീണ്ടും തുടങ്ങാം. ഇന്നല്ലെങ്കിൽ നാളെ, നാളെയല്ലെങ്കിൽ മറ്റന്നാൾ, പക്ഷെ ഒരു ദിവസം നീ തീർച്ചയായും തിരിഞ്ഞു നോക്കി പറയും, ഞാൻ വിട്ടുകൊടുത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. നിനക്ക് കഴിയട്ടെ, നിന്റെ ജീവിതത്തിൽ സമാധാനം വരട്ടെ, നിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകട്ടെ, നിന്നെ സ്നേഹിക്കുന്ന ആളുകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, നിന്നെ വേദനിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് നിനക്ക് ശക്തിയോടെ പുറത്തു വരാൻ കഴിയട്ടെ. ഏറ്റവും പ്രധാനമായി നീ നിന്നെ തന്നെ ഒരിക്കലും ഉപേക്ഷിക്കാതിരിക്കട്ടെ, കാരണം നിന്റെ കഥ ഇതുവരെ തീർന്നിട്ടില്ല. നിന്റെ ഏറ്റവും മനോഹരമായ അധ്യായം ഇനിയും എഴുതാനുണ്ട്. ഒരുപാട് ദിവസങ്ങളായി നിന്റെ മനസ്സിലൊരു ചോദ്യമുണ്ടാകാം, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇത്രയും പ്രശ്നങ്ങൾ? മറ്റുള്ളവർ സന്തോഷത്തോടെ ജീവിക്കുന്നത് പോലെ തോന്നുന്നു, പക്ഷേ എൻ്റെ ജീവിതത്തിൽ മാത്രം എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ വരുന്നത്? ഞാൻ എത്ര ശ്രമിച്ചിട്ടും എന്തുകൊണ്ടാണ് ഒന്നും ശരിയാകാത്തത്? ഞാൻ എത്ര നല്ലവളായി നിന്നിട്ടും അല്ലെങ്കിൽ നല്ലവനായി നിന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് വേദന മാത്രം കിട്ടുന്നത്? നിനക്കിങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ വാക്കുകൾ നിനക്ക് വേണ്ടിയുള്ളതാണ്. ഒന്നാമതായി ഒരു കാര്യം നീ മനസ്സിലാക്കണം, നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നത് നീ പരാജയപ്പെടുന്നവയല്ല. ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ഒരാളെയും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ചിലരുടെ പ്രശ്നങ്ങൾ പുറത്തു കാണാം, ചിലരുടെ പ്രശ്നങ്ങൾ അവരുടെ ചിരിക്കു പിന്നിലാണ്. നമ്മൾ മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോൾ അവരുടെ സന്തോഷം മാത്രമാണ് കാണുന്നത്. അവരുടെ രാത്രിയിലെ കണ്ണുനീർ നമുക്ക് കാണാൻ കഴിയില്ല, അവരുടെ ഭയം നമുക്കറിയില്ല, അവർ ഒറ്റയ്ക്ക് പോരാടുന്ന യുദ്ധം നമുക്കറിയില്ല. അതുകൊണ്ട് മറ്റൊരാളുടെ ജീവിതവുമായി നിന്റെ ജീവിതത്തെ താരതമ്യം ചെയ്യരുത്. നിനക്ക് നിന്റെ സ്വന്തം യാത്രയുണ്ട്, നിന്റെ വേഗം വേറെയാണ്, നിന്റെ സമയം വേറെയാണ്, നിന്റെ കഥ വേറെയാണ്. ചില പൂക്കൾ വസന്തത്തിൽ വിരിയും, ചില പൂക്കൾ മഴക്കാലത്ത് വിരിയും. അതുകൊണ്ട് വൈകി വിരിയുന്ന പൂവിന് സൗന്ദര്യം കുറവാണോ? ഒരിക്കലുമല്ല, അതിൻ്റെ സമയം വേറെയാണ്. അതുപോലെ തന്നെയാണ് നിന്റെ ജീവിതവും. നിന്റെ സമയം വൈകിയേക്കാം, പക്ഷേ അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നല്ല ദിവസങ്ങൾ വരില്ലെന്നർത്ഥമില്ല. ഒരുപക്ഷെ നീ ഇപ്പോൾ നിന്റെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഘട്ടത്തിലായിരിക്കാം, പക്ഷേ ഓർക്കണം, ഏറ്റവും ഇരുണ്ട രാത്രിക്ക് ശേഷം തന്നെയാണ് ഏറ്റവും നല്ല പുലരിയും വരുന്നത്. ഇപ്പോൾ നിനക്ക് മുന്നിൽ വഴി കാണുന്നില്ലെങ്കിൽ അതുകൊണ്ട് വഴി ഇല്ലെന്ന് കരുതരുത്. ചിലപ്പോൾ നമുക്ക് വഴിയിൽ കാണാൻ കഴിയാത്തത് നമ്മൾ അടുത്ത ചുവട് മാത്രം കാണേണ്ട സമയമായതുകൊണ്ടാണ്. മുഴുവൻ ജീവിതത്തിൻ്റെയും വഴി ഒരേ സമയം കാണേണ്ട ആവശ്യമില്ല. ഇന്ന് എന്ത് ചെയ്യണമെന്ന് മാത്രം നോക്കൂ, നാളെ എന്ത് ചെയ്യണമെന്ന് നാളെ നോക്കാം. ഒരു ദിവസം ഒരു ദിവസമായി മുന്നോട്ട് പോകൂ. നീ ഇന്ന് ചെറിയൊരു ചുവടെടുത്താൽ മതി, അത് വളരെ ചെറുതായിരിക്കാം, പക്ഷെ നീ നിൽക്കുന്നതിനേക്കാൾ ഒരു ചുവട് മുന്നിലാണ്, അതാണ് പ്രധാനപ്പെട്ടത്. നിനക്ക് ഇപ്പോൾ ക്ഷീണമുണ്ടോ? ഉണ്ടെങ്കിൽ വിശ്രമിക്കൂ, പക്ഷെ നിന്നെക്കുറിച്ച് ഞാൻ ഒന്നിനും കൊള്ളില്ല എന്ന് പറയരുത്. നീ ക്ഷീണിച്ചിരിക്കും, പക്ഷേ നീ പരാജയപ്പെട്ടിട്ടില്ല. നിനക്ക് ഇപ്പോൾ കരയേണ്ടി വരാം, പക്ഷേ നീ ദുർബലയല്ല. കരയുന്നത് ദൗർബല്യമല്ല.
ഒരുപാട് കാലം ശക്തിയായി നിന്ന ഒരാളുടെ മനസ്സിന് ചിലപ്പോൾ കരയാനും അവകാശമുണ്ട്. അതുകൊണ്ട് കരയൂ. പക്ഷെ കണ്ണുനീർ തുടച്ച ശേഷം വീണ്ടും എഴുന്നേൽക്കൂ. കാരണം നിന്റെ ജീവിതം നിന്റെ കണ്ണുനീരിൽ അവസാനിക്കേണ്ടതല്ല. നിന്റെ കഥയിൽ ഇനിയും ഒരുപാട് പേജുകളുണ്ട്. നിനക്ക് ഇഷ്ടമില്ലാത്ത ചില പേജുകൾ ഇതിനകം എഴുതപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷെ അടുത്ത പേജ് ഇനിയും ശൂന്യമാണ്. അത് നീ എഴുതണം. നിന്റെ കഴിഞ്ഞ കാലം നിന്റെ കയ്യിലില്ല. പക്ഷെ നിന്റെ ഭാവി ഇന്നത്തെ തീരുമാനങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, ഞാൻ അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, അന്ന് ഞാൻ ആ തീരുമാനം എടുത്തിരുന്നെങ്കിൽ, അവൻ എന്നെ വിട്ടുപോയില്ലായിരുന്നെങ്കിൽ, അല്ലെ അവൾ എന്നെ വിട്ടുപോയില്ലായിരുന്നെങ്കിൽ, ആ അവസരം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, ഇങ്ങനെ കഴിഞ്ഞ കാലത്തെ വീണ്ടും വീണ്ടും ജീവിക്കരുത്. കഴിഞ്ഞു പോയത് നിനക്കൊരു പാഠം നൽകാനാണ്, നിന്നെ ശിക്ഷിക്കാനല്ല. നിന്റെ തെറ്റുകളിൽ നിന്ന് പഠിക്കൂ. പക്ഷെ ആ തെറ്റുകളുടെ പേരിൽ സ്വയം വെറുക്കരുത്. നീ അന്ന് അറിഞ്ഞിരുന്ന അറിവ് കൊണ്ടാണ് അന്ന് തീരുമാനങ്ങൾ എടുത്തിരുന്നത്. ഇന്ന് നിനക്ക് കൂടുതൽ മനസ്സിലായി. അതുകൊണ്ട് ഇന്ന് നീ കൂടുതൽ ശക്തിയാണ്. കഴിഞ്ഞ കാലത്തെ നീ ഇന്നത്തെ നിന്നെ ഇവിടെ എത്തിക്കാൻ ചെയ്ത പോരാട്ടങ്ങളെ മറക്കരുത്. നീ ഇതുവരെ കടന്നു വന്ന ദൂരം നോക്കൂ. നീ ഒരിക്കൽ ഇത് എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് കരുതിയ ദിവസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നീ അതും കടന്നു വന്നു. ഒരിക്കൽ ഇനി ഞാൻ ശരിയാകില്ല എന്ന് തോന്നിയിരുന്നു. പക്ഷെ ഇന്നും നീ ഇവിടെ തന്നെയുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? നിനക്കുള്ളിൽ നീ കരുതുന്നതിലും കൂടുതൽ ശക്തിയുണ്ട്. നിനക്കത് ഇപ്പോൾ കാണാൻ കഴിയുന്നില്ലെങ്കിലും അത് നിൻ്റെ ഉള്ളിലുണ്ട്. അതിനെ പുറത്തെടുക്കണം. നിൻ്റെ ജീവിതം മാറ്റാൻ എപ്പോഴും വലിയൊരു അവസരം ആവശ്യമില്ല. ചിലപ്പോൾ ഒരു ചെറിയ തീരുമാനം മതി. ഇനി ഞാൻ എന്നെ ശ്രദ്ധിക്കും. ഇനി ഞാൻ എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ശ്രമിക്കും. ഇനി എന്നെ വിലമതിക്കാത്തവരുടെ പിന്നാലെ പോകില്ല. ഇനി എൻ്റെ ജീവിതം മറ്റുള്ളവരുടെ അഭിപ്രായം അനുസരിച്ച് ജീവിക്കില്ല. ഇനി ഞാൻ എന്നെ സ്നേഹിക്കാൻ പഠിക്കും. ഈ തീരുമാനം പോലും നിൻ്റെ ജീവിതത്തെ ദിശ മാറ്റാം. ഓർക്കണം, നിന്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കരുത്. ആരെങ്കിലും നിന്നെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതുകൊണ്ട് നിനക്ക് വിലയില്ലാതാകുന്നില്ല. ആരെങ്കിലും നിന്നെ നിരസിച്ചാൽ അതുകൊണ്ട് നീ മോശക്കാരനോ മോശക്കാരിയോ ആകുന്നില്ല. ആരെങ്കിലും നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ അതുകൊണ്ട് നിന്റെ മനസ്സ് തെറ്റല്ല. എല്ലാവരും നിന്നെ മനസ്സിലാക്കണമെന്നില്ല. എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടണമെന്നില്ല. എല്ലാവരും നിന്നോടൊപ്പം നിൽക്കണമെന്നില്ല. പക്ഷേ നീ നിന്നോടൊപ്പം നിൽക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിന്റെ ജീവിതത്തിൽ നിന്നെ സ്നേഹിക്കുന്ന ഒരാളില്ലെന്ന് തോന്നിയാലും ആദ്യം നീ നിന്നെ സ്നേഹിക്കാൻ പഠിക്കൂ. നിന്റെ സ്വപ്നങ്ങളെ നീ തന്നെ വിശ്വസിക്കൂ. നിന്റെ കഴിവുകളെ നീ തന്നെ വിശ്വസിക്കൂ. നീ വീണാൽ നിന്നെ നീ തന്നെ എഴുന്നേൽപ്പിക്കൂ. നീ കരഞ്ഞാൽ നിന്നെ നീ തന്നെ ആശ്വസിപ്പിക്കൂ. നീ വിജയിച്ചാൽ നിന്നെ നീ തന്നെ അഭിനന്ദിക്കൂ. കാരണം ജീവിതത്തിൽ എല്ലാ സമയത്തും ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നില്ല. പക്ഷെ നമുക്ക് നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാകാം. അതുകൊണ്ട് സ്വന്തം ജീവിതത്തിലെ ഏറ്റവും നല്ല കൂട്ടുകാരായി നീ തന്നെ മാറൂ. നിന്റെ സ്വപ്നങ്ങൾ ചെറുതാണെങ്കിലും പ്രശ്നമില്ല. ആദ്യമായി ഒരു ചെറിയ ലക്ഷ്യം വയ്ക്കൂ. അത് നേടൂ. പിന്നെ അടുത്ത ലക്ഷ്യം. പിന്നെ അതിനേക്കാൾ വലിയൊരു ലക്ഷ്യം. അങ്ങനെ മുന്നോട്ട് പോകൂ. ഒരു ദിവസം നീ തിരഞ്ഞെടുക്കുമ്പോൾ നീ തന്നെ അത്ഭുതപ്പെടും. ഇത്രയും ദൂരം ഞാൻ എത്തിയോ? അതെ, നീ എത്തും. കാരണം വിജയിക്കുന്നവർക്ക് പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ടല്ല അവർ വിജയിക്കുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവർ നിർത്താതെ പോയതുകൊണ്ടാണ്. അതുകൊണ്ട് നിനക്ക് ഇന്നൊരു കാര്യം മാത്രം ചെയ്യാം. നിന്റെ ജീവിതം മുഴുവൻ മാറ്റാൻ ശ്രമിക്കേണ്ട. ഇന്നത്തെ ദിവസം മാത്രം നന്നാക്കൂ. ഇന്നൊരു നല്ല തീരുമാനമെടുക്കൂ. ഇന്നൊരു മണിക്കൂർ നിന്റെ ഭാവിക്കായി മാറ്റിവെക്കൂ. ഇന്നൊരു പുതിയ കാര്യം പഠിക്കൂ. ഇന്ന് നിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു ചിന്തയിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കൂ. ഇന്ന് നിന്നെക്കുറിച്ച് ഒരു നല്ല വാക്ക് പറയൂ. അത്രമാത്രം. നാളെ വീണ്ടും അതുപോലെ ചെയ്യൂ. ചെറിയ മാറ്റങ്ങൾ ഒരു ദിവസം വലിയ ജീവിതമായി മാറും. ഒരുപക്ഷെ ഇന്ന് നിന്റെ കയ്യിൽ പണമില്ലായിരിക്കാം. ഒരുപക്ഷെ ജോലിയില്ലായിരിക്കാം. ഒരുപക്ഷെ പിന്തുണ നൽകാൻ ആരുമില്ലായിരിക്കാം. ഒരുപക്ഷെ നീ വളരെ പിന്നിലാണെന്ന് തോന്നും. എങ്കിലും നിന്റെ കയ്യിൽ ഇപ്പോഴും ഒരു കാര്യമുണ്ട്: നിന്റെ തീരുമാനം. നാളെ എങ്ങനെ ആയിരിക്കണമെന്ന് ഇന്ന് മുതൽ തീരുമാനിക്കാം. നിന്റെ ജീവിതത്തിൽ എത്ര മോശം കാര്യങ്ങൾ നടന്നാലും അവയെല്ലാം ചേർന്ന് നിന്റെ മുഴുവൻ ജീവിതമാകുന്നില്ല. ഒരു മോശം അധ്യായം ഒരു മോശം പുസ്തകമാകുന്നില്ല. അതുകൊണ്ട് നിന്റെ ജീവിതത്തിലെ ഒരു മോശം കാലഘട്ടത്തെ നോക്കി എൻ്റെ ജീവിതം മുഴുവൻ മോശമാണ് എന്ന് തീരുമാനിക്കരുത്. ഇതൊരു കാലഘട്ടം മാത്രമാണ്. കാലം മാറും, സാഹചര്യങ്ങൾ മാറും, മനുഷ്യർ മാറും, നീയും മാറും. ഒരുപക്ഷെ ഇന്ന് നീ വളരെ തകർന്നിരിക്കാം. പക്ഷെ ഒരു ദിവസം നീ തകർന്ന ഭാഗങ്ങളിൽ നിന്ന് നീ തന്നെ നിന്നെ പുനർനിർമ്മിക്കും. അന്ന് നീ പഴയ നീ ആയിരിക്കില്ല. കൂടുതൽ ബുദ്ധിയുള്ളവൻ, ആരെയും അനാവശ്യമായി ഭയപ്പെടാത്തവൻ ഭയപ്പെടാത്തവൾ, സ്വന്തം വില അറിയുന്നവർ, സ്വന്തം ജീവിതത്തെ സ്നേഹിക്കുന്നവർ. അന്ന് നീ മനസ്സിലാക്കും, എന്നെ തകർക്കുന്നുവെന്ന്
ഞാൻ കരുതിയ ചില കാര്യങ്ങളാണ് എന്നെ ശക്തയാക്കിയെന്ന്. അതുകൊണ്ട് ഇന്ന് നിൻ്റെ മനസ്സിനോട് ഒരു വാക്ക് പറയൂ. എനിക്കിപ്പോൾ എല്ലാം അറിയില്ല, എനിക്കിപ്പോൾ എല്ലാം ശരിയാക്കാൻ കഴിയില്ല, പക്ഷേ ഞാൻ ശ്രമിക്കുന്നത് നിർത്തില്ല. എൻ്റെ ജീവിതം ഇനിയും മാറാം, എൻ്റെ നല്ല ദിവസങ്ങൾ ഇനിയും വരാം. ഞാൻ വീണ്ടും തുടങ്ങും. ഞാൻ എന്നെ ഉപേക്ഷിക്കില്ല. ഒരിക്കൽ കൂടി പറയൂ, ഞാൻ എന്നെ ഉപേക്ഷിക്കില്ല. കാരണം നിൻ്റെ ജീവിതത്തിൽ നിന്നെ രക്ഷിക്കാൻ വരുന്ന ഒരാളെ മാത്രം കാത്തിരിക്കരുത്. ചിലപ്പോൾ നീ കാത്തിരിക്കുന്ന ആ രക്ഷകൻ നീ തന്നെയായിരിക്കും. എഴുന്നേൽക്കൂ പതുക്കെ. ഭയമുണ്ടെങ്കിലും എഴുന്നേൽക്കൂ, കണ്ണുനീരുണ്ടെങ്കിലും എഴുന്നേൽക്കൂ, വഴി വ്യക്തമായില്ലെങ്കിലും എഴുന്നേൽക്കൂ. കാരണം നിൻ്റെ കഥയുടെ അവസാന വരി ഇനിയും എഴുതപ്പെട്ടിട്ടില്ല. നിൻ്റെ ഏറ്റവും നല്ല ദിവസങ്ങൾ ഇനിയും മുന്നിലായിരിക്കാം. നിൻ്റെ ഏറ്റവും വലിയ വിജയം ഇനിയും വരാനിരിക്കാം. നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ പുഞ്ചിരി ഇനിയും വരാനിരിക്കാം. അതുകൊണ്ട് ഇന്ന് തോറ്റ പോലെ തോന്നിയാലും നീ തോറ്റില്ല. നീ വെറും യാത്രയിലാണ്. നിൻ്റെ സമയം വരും. അതുവരെ ശ്രമിക്കൂ, വിശ്വസിക്കൂ, ക്ഷമിക്ക്, മുന്നോട്ട് നടക്കൂ. ഒടുവിൽ ഒരു ദിവസം നീ തിരിഞ്ഞു നോക്കി നിൻ്റെ പഴയ നിന്നോട് പറയണം, നന്ദി. അന്ന് നീ വിട്ടുകൊടുക്കാതിരുന്നതിന്, അന്ന് നീ വീണ്ടും എഴുന്നേറ്റതിന്, അന്ന് നീ നിന്നെ ഉപേക്ഷിക്കാതിരുന്നതിന്. കാരണം